ഞാൻ കുറച്ചൊരു 6 കൊല്ലത്തോളം ഈ DYFIയുടെ മെമ്പറായിട്ടിരുന്നിട്ട് കുറേ ക്ലാസ്സുകൾക്ക് പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ കേട്ടിരിക്കുന്നത് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഓരോ മാതൃകയാകണമെന്ന് തന്നെയാണ്. പക്ഷെ അതൊക്കെ വെറും പറച്ചിലാണെന്നൊക്കെ, പറച്ചിലും പ്രവൃത്തിയും രണ്ടായപ്പോഴാണ് നമ്മളെപ്പോലുള്ളവരൊക്കെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും ചേരാതെ തന്നെ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ വിമർശിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. നോക്കൂ രോഹിണി, ലോകം ചവച്ചു തുപ്പിയ ഒരു പ്രത്യയശാസ്ത്രമാണ് ഈ കമ്മ്യൂണിസം. ഈ കമ്മ്യൂണിസം കൊണ്ട് ഏത് രാജ്യത്ത് ആരാണ് രക്ഷപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല. നമുക്കിപ്പോൾ ചൈനയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ പോയി വന്നവരൊക്കെ പറയണത് അവിടെ എന്ത് കമ്മ്യൂണിസമാണെന്ന് അറിയുന്നില്ല. കാരണം അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും കോടീശ്വരന്മാരാണ്. ഒരു വ്യക്തിക്ക് തൻ്റെ സ്വത്ത് സർക്കാർ കണ്ടുകെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എല്ലാവരും ചെന്നിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളാകുന്നതും ആ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നതും എന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ബംഗാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബംഗാളിലത്തെ വിഷയം പരമാർശ വിഷയമായപ്പോൾ 34 കൊല്ലം ഭരിച്ചിട്ടുള്ള ആ സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിക്കും ലോക്കൽ സെക്രട്ടറിക്കും കേരളത്തിൽ വന്ന് റോഡ് പണിയും ചായ അടിക്കലും പൊറാട്ട അടിക്കലും വേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ ഈ പ്രത്യയശാസ്ത്രം കൊണ്ട് ആരാണ് നമ്മുടെ നാട്ടിൽ രക്ഷപ്പെട്ടത് എന്ന് ഇവർ ചിന്തിക്കുന്നില്ല. അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് കാണേണ്ടത്. ഈ പ്രസ്ഥാനം കൊണ്ട്, അതായത് ഈ ലോകം ചവച്ചു തുപ്പിയ ഈ ഒരു പ്രത്യയശാസ്ത്രം കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ അഭിവൃദ്ധിയിൽ എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇവരുടെ ഈ വീരവാദത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു എന്ത്, ഗോവിന്ദ മാഷ് ഷൊർണൂർ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ കാര്യം. അപ്പക്കച്ചവടം ചെയ്തിട്ട് പണക്കാരാകേണ്ട കാര്യം, ഈ തങ്ങൾക്ക് മുന്നിലിരിക്കുന്ന പാവപ്പെട്ടവരെ എന്ത് വിഡ്ഢിത്തവും പറഞ്ഞിട്ട് എന്തും നടക്കാത്ത കാര്യങ്ങളും പറഞ്ഞിട്ട് പ്രലോഭിപ്പിക്കുക. ആ പ്രലോഭനത്തിൻ്റെ ഒരു ഉദാഹരണമാണത്. അപ്പക്കച്ചവടം, ഇവിടുന്ന് അപ്പുണ്ടാക്കണു, നിങ്ങൾ ഒരിക്കലും വരാത്ത കേരളയിൽ പോയിട്ട് എറണാകുളത്ത് വിൽക്കണു, തിരിച്ചു വരുന്നു, അന്ന് നിങ്ങൾക്ക് ചിലവാകുന്ന പൈസ എത്ര, 2150 രൂപയുടെ ട്രെയിൻ ഫെയർ കൊടുത്തിട്ട് അപ്പം എന്നല്ല സ്വർണം കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ മുതലാകുമെന്ന് ചോദിക്കാൻ ആ മുൻപിലിരിക്കുന്നവർ തയ്യാറാവുന്നില്ല. അവർ കൈയടിക്കുകയാണ്. അവർ കൈയടിച്ചിട്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ കയ്യടി ഇപ്പോൾ രോഹിണി എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ വലിയൊരു പ്രശ്നമാണ്. ഇത് നേതാക്കളെ വരുത്തി വെച്ചിട്ടുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ളത് കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെ കയ്യടിയാണ്. ഇപ്പോൾ ഇവിടെ ശ്രീ പ്രഭാത് പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ അങ്ങേയറ്റം യോജിക്കുന്നുണ്ട് അദ്ദേഹത്തോട്. ഈ നമ്മൾ പറഞ്ഞിട്ടില്ല, ഈ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള മൂല്യച്യുതര കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങേയറ്റം ചിന്തിക്കേണ്ട ഒരു സമയമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ശ്രീ പ്രഭാത് പറയുന്ന കാര്യങ്ങൾ അത് കേട്ടിട്ടും കൈയടിക്കുന്ന ഒരു സമൂഹമുള്ളപ്പോൾ അവർക്ക് തോന്നുകയാണ് ഇതാണ് ശരി എന്ന് തോന്നുകയാണ്. ആ തോന്നലിൽ നിന്നുളവായിട്ടുള്ള ഒരു സർവാധിപത്യം, ഒരു ഏകാധിപതിയെ പോലെ പെരുമാറാനുള്ള പ്രവണത അത് ചികിത്സ കൊണ്ട് മാറുന്നതല്ല. രോഹിണി ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെയൊക്കെ വളരെ വേണ്ടപ്പെട്ടവർ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ട്. ഇവിടുന്ന് കൂടും കുടുക്കിയായിട്ട് മക്കളുടെ കൂടെ അങ്ങോട്ട് പോയിട്ട് ഇപ്പം നമ്മളെയൊക്കെ നോക്കിയിട്ട് അവർ കൊഞ്ഞനം കുത്തുകയാണ്. അപ്പോൾ അവർ പോകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് നിങ്ങൾ എങ്ങോട്ടാണ് ഈ പ്രയാണം, ഇല്ല ഇനി ഇവിടെ ജീവിക്കുന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ അവർ ചോദിക്കുന്നത് എന്താണെന്നറിയോ, അവിടെയൊക്കെ അവിടുത്തെ അയൽവക്കക്കാരുമായിട്ടും അവിടുത്തെ ലൈബ്രറികളിൽ പോയിരുന്ന് സംസാരിക്കുമ്പോൾ കേരള മോഡൽ അഴിമതി, കേരള മോഡൽ സ്വജനപക്ഷപാതം, കേരള മോഡൽ ധൂർത്ത് എന്ന നിലയ്ക്ക് അവിടെയൊക്കെ സംസ്ഥാനങ്ങളിലൊക്കെ സംസാരം തുടങ്ങുന്ന വിധത്തിലേക്ക് 7.5 വർഷത്തെ ഭരണം കൊണ്ടുചെന്ന് എത്തിച്ചത് എന്തുകൊണ്ടാണെന്ന് എന്താണ് ഇവർ ചിന്തിക്കാത്തത് രോഹിണി? സ്വജനപക്ഷപാതം എന്ന് പറയുന്നതിനെ മുഖമുദ്രയാക്കിയതാണ് ഈ സർക്കാർ എന്നുള്ളത് നമുക്ക് പല കാര്യങ്ങളിലും മനസ്സിലായിട്ടുണ്ട്. ഗോപിനാഥ് രവീന്ദ്രൻ്റെ നിയമനം റദ്ദ് ചെയ്ത് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലൂടെ സുപ്രീം കോടതി പറഞ്ഞത് തന്നെയാണ് പ്രിയ വർഗീസിന്റെ നിയമനം റദ്ദ് ചെയ്തുകൊണ്ട് കേരളത്തിന്റെ പരമോന്നത നീതിപീഠവും പറഞ്ഞത് എന്ന് ആലോചിച്ചു നോക്കണം. ഗോപിനാഥ് രവീന്ദ്രനെ ഒരു പുനർനിയമനം നടത്തിയിട്ട് അത് ഗവർണർ പറഞ്ഞതിനെ നമുക്ക് പാതിയെങ്കിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ താല്പര്യമാണ് അദ്ദേഹത്തെ പുനർനിയമനം നടത്തണം. അതിന് ഗവർണർ വഴങ്ങിയത് വേറെ, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യത്തിൽ പിന്നീട് ചർച്ച ചെയ്യാം. ആ നിയമനം നടത്തിയ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ 5 പൈസ ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവും ചെലവാക്കിയത് എത്രയാണെന്ന് രോഹിണിക്കറിയോ? അദ്ദേഹം ശമ്പളമായിട്ട് 23 മാസം മേടിച്ചിരിക്കുന്നത് 59,60,000 രൂപയാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ഏർപ്പാടാക്കിയ വക്കീലിന് ചെലവാക്കിയിട്ടുള്ളത് 36 ലക്ഷം രൂപയാണ്. അദ്ദേഹത്തെ നിയമിച്ചത് ശരിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടിയിട്ട് ഈ കാലിയായ ഖജനാവിൽ നിന്നും ഒരു വക്കീലിനെ ഏർപ്പാടാക്കി കൊടുത്തതിന് ചെലവഴിച്ചിരിക്കുന്നത് ശ്രീ KK വേണുഗോപാൽ വാങ്ങിയിട്ടുള്ളത് 33 ലക്ഷമാണ്. അങ്ങനെ 1,20,00,000 രൂപ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചെലവാക്കി ഈ സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഇതേ ഗോപിനാഥ് രവീന്ദ്രന്റെ കേസ് സുപ്രീം കോടതിയിൽ നടക്കുമ്പോഴാണ് 1,600 രൂപ എനിക്ക് പെൻഷൻ വേണമെന്ന് പറഞ്ഞ് 2 വൃദ്ധകൾ അടിമാലി അങ്ങാടിയിൽ പിച്ച തണ്ടാൻ ഇറങ്ങിയത് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. ആ സമയത്ത് തന്നെയാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പോലും നമുക്കറിയാം, കാസർഗോഡ് നടന്ന കൃപേഷിന്റെയും ശരത്ലാലിന്റെയും രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പോലും CBI അന്വേഷണം വേണ്ട എന്ന് വാദിക്കാൻ എത്ര ലക്ഷങ്ങൾ മുടക്കി എന്നുള്ളത്.
രണ്ട് പിതാക്കന്മാരുടെ കണ്ണുനീര്, അതായത് ഞങ്ങളുടെ അന്വേഷണം, ഈ അന്വേഷണം ഞങ്ങളുടെ മക്കളുടെ തല പാതി വെട്ടിക്കൊന്ന അന്വേഷണം CBI അന്വേഷിക്കണമെന്ന് പറയാനുള്ള മൗലികമായ ഒരു അവകാശമാണ് ആ രണ്ട് പിതാക്കന്മാരുടെ. അതിനെ ചോദ്യം ചെയ്തു പോയപ്പോൾ നമ്മുടെ സംസ്ഥാന ഖജനാവിന് നഷ്ടമായത് 98 ലക്ഷം രൂപയായിരുന്നു. എന്താണ് ഈ സർക്കാർ നേടിയത്? ഒന്നും നേടിയിട്ടില്ല. അപ്പോൾ ഈ സർക്കാർ, ഈ മുഖ്യമന്ത്രി കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണെന്ന് തോന്നിക്കുന്ന ഒരു ഭരണം കാഴ്ചവെക്കാൻ 7.5 വർഷമായിട്ടും കാണിച്ചിട്ടില്ല. ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തു കൊടുക്കാൻ വേണ്ടി എനിക്ക് കിട്ടിയ അധികാരം ഞാൻ ഉപയോഗിക്കുന്നു എന്ന തോന്നൽ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും അത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ട വിധത്തിലേക്ക് ഭരണം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ മുഖ്യമന്ത്രിയും ഈ സർക്കാരും തിരുത്തണം.